ആര് ഭരിച്ചാലും ആണിപ്പുറത്തിരുത്തി ഭരിപ്പിക്കും. കേരളത്തിൽ ഇടതോ വലതോ അധികാരത്തിൽ വരട്ടെ, കാത്തിരിക്കുന്നത് നല്ല നാളുകളാണോ എന്നതാണ് ചോദ്യം. കേരളത്തിൽ NDA സർക്കാർ വരുമെന്നതല്ല, ആര് ഭരിച്ചാലും ആണിപ്പുറത്തിരുത്തി ഭരിപ്പിക്കുമെന്ന് പറഞ്ഞത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ്. കേരളത്തിൽ ആര് ജയിച്ചാലും കേരളത്തിന്റെ സാമ്പത്തിക രംഗം നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കാൻ പോകുന്നത് ബംഗാളിൽ ആര് ജയിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും. കാരണം ബംഗാളിൽ BJP ജയിച്ചാൽ പിന്നെ ഇപ്പോൾ കാണുന്ന സംഘഫാഷിസത്തെക്കാൾ ഭീകരമായ മുഖമായിരിക്കും കാണാൻ പോകുന്നത്. അതാണ് സാക്ഷാൽ സുരേഷ് ഗോപി എല്ലാ മര്യാദകളും ലംഘിച്ച് നടത്തിയ പ്രസ്താവനയുടെ സാരം. ബംഗാളിലെ 91 ലക്ഷം വോട്ടർമാരെയാണ് ഇലക്ഷൻ കമ്മീഷൻ വെട്ടിമാറ്റിയത്. ശരിക്കും പറഞ്ഞാൽ SIRൽ തിളച്ചു മറിയുകയാണ് ബംഗാൾ രാഷ്ട്രീയം. SIR പ്രക്രിയയ്ക്ക് മുമ്പുള്ള ബംഗാൾ വോട്ടർ പട്ടികയിൽ 7.66 കോടി വോട്ടർമാരുണ്ടായിരുന്നു. SIR പ്രക്രിയയിലൂടെ തയ്യാറാക്കിയ പുതുക്കിയ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടത് 6.77 കോടി പേർ മാത്രം. അതായത് 91 ലക്ഷം പേരെ നീക്കം ചെയ്തു. SIRന് ശേഷം 60 ലക്ഷം വോട്ടർമാരെ സംശയ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇവരുടെ രേഖകളും മറ്റും പരിശോധിച്ച് തീരുമാനമെടുക്കാൻ സുപ്രീം കോടതി ജുഡീഷ്യൽ സംവിധാനത്തിന് രൂപം നൽകിയിരുന്നു. സംശയ പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ 27 ലക്ഷം പേർ, അതായത് 45% അന്തിമ പട്ടികയിൽ നിന്ന് പുറത്തായി. ഇവരിൽ ഭൂരിഭാഗവും ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളാണ്. ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയ പട്ടികവർഗ വിഭാഗക്കാരായ മധുവാകളും വലിയ തോതിൽ വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യപ്പെട്ടു. ബംഗാൾ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ശേഷിക്കെ SIR പ്രക്രിയയെ ചുറ്റിപ്പറ്റിയാണ് ബംഗാൾ രാഷ്ട്രീയം കറങ്ങുന്നത്. BJPയുടെ രാഷ്ട്രീയ അജണ്ടയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കിയതെന്ന വിമർശനമാണ് തൃണമൂൽ കോൺഗ്രസ് ഉയർത്തുന്നത്. SIRലൂടെ 91 ലക്ഷം പേരെ ഒഴിവാക്കിയതിന്റെ ആഹ്ലാദത്തിലാണ് മുഖ്യ പ്രതിപക്ഷമായ BJP. പുറത്താക്കപ്പെട്ടവരെല്ലാം നുഴഞ്ഞുകയറ്റക്കാരാണെന്ന് BJP ആരോപിക്കുന്നു. ഇവരെയെല്ലാം ബംഗാളിൽ നിന്ന് തുരത്തുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും പ്രഖ്യാപനം. നുഴഞ്ഞുകയറ്റ ആരോപണം ഉയർത്തി പരമാവധി വർഗീയ ധ്രുവീകരണത്തിനാണ് BJPയുടെ ശ്രമം. BJPക്ക് വേരുറപ്പിക്കാൻ കഴിയാത്ത സംസ്ഥാനങ്ങളിൽ ബോധപൂർവം വിഭാഗീയതയുടെ വിത്തിടുകയാണ്. കേരളത്തിൽ നിലനിൽക്കുന്ന മതേതര പാരമ്പര്യം പാടെയില്ലാതാക്കാൻ കേന്ദ്ര സർക്കാരിനെ ഉപയോഗിക്കുമെന്ന് പറയാതെ പറയുകയാണ് BJP നേതാക്കൾ. കേരളത്തിൽ 3 മുന്നണികൾ മത്സരിക്കുന്ന അവസാനത്തെ തെരഞ്ഞെടുപ്പാണിതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: ഞാൻ ഏറെ റെസ്പോൺസിബിലിറ്റിയോടെ പറയുകയാണ്, 3 മുന്നണികൾ മത്സരിക്കുന്ന അവസാനത്തെ ഇലക്ഷൻ ആയിരിക്കും. ഇത് കഴിഞ്ഞാൽ ഇവിടെ 2 പോൾസ് ആയിരിക്കും. ഒരു വശത്ത് CPM കോൺഗ്രസ് സഖ്യവും മറുവശത്ത് NDAയുമായിരിക്കും ഉണ്ടാവുക. ഈ വാക്കുകൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രമല്ല, മറിച്ച് മോദി ഭരണത്തിന് കീഴിൽ സംസ്ഥാനങ്ങൾ നേരിടാൻ പോകുന്ന വെല്ലുവിളികളെ കുറിച്ചുള്ള സൂചനയാണ്. അതുകൊണ്ടാണ് സ്വാഭാവികമായും കേരളവും ബംഗാളും ആണിപ്പുറത്തിരുന്ന് ഭരിക്കേണ്ടി വരുമോ എന്ന ചോദ്യം ഉയരുന്നത്.